സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നഗരസഭയിൽ 3ാം തവണയും ജനവിധി തേടുന്ന സ്ഥാനാർത്ഥിയാണ് PR അരവിന്ദാക്ഷൻ എന്ന നാട്ടുകാരുടെ അരവി. മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് PR അരവിന്ദാക്ഷൻ. കരുവന്നൂർ ബാങ്ക് പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനപ്രതിനിധിയാവാൻ ഒരുങ്ങുകയാണ് PR അരവിന്ദാക്ഷൻ. പൊതുവെ പരുക്ക സ്വഭാവക്കാരൻ ആണെന്ന് തോന്നുമെങ്കിലും പച്ചയായ രാഷ്ട്രീയക്കാരനാണ് അരവിന്ദാക്ഷൻ. ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാവാം നാട്ടുകാർ അദ്ദേഹത്തെ അരവിയേട്ടൻ എന്ന മുറിപ്പേരിൽ വിളിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭ 24ാം ഡിവിഷൻ മംഗലം സൗത്തിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥിയായി അരവിന്ദാക്ഷൻ മത്സരിക്കുന്നത്. നമസ്കാരം. എനി ടൈം ന്യൂസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മംഗലം ഡിവിഷനിലെ സ്ഥാനാർത്ഥി PR അരവിന്ദാക്ഷനാണ്. അരിവേട്ട നമസ്കാരം. നമസ്കാരം. അരിവേട്ട, ഇനി തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ വോട്ടർമാരുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? പ്രചരണം ഏതുവരെയായി? വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എൻ്റെ ഈ ഡിവിഷനിലെ ആൾക്കാർ നമ്മളോട് സഹകരിച്ച് സംസാരിക്കുന്നത്. ഒന്ന്, ഇത് ആശയപരമായിട്ടുള്ളൊരു പോരാട്ട തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ വികസനമാണ് ചർച്ച ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും LDFന് എതിര് വോട്ട് ചെയ്യാൻ തോന്നുമോ? എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ നഗരസഭ 2023 ഏറ്റവും നല്ല നഗരസഭ, 2024 2025 എങ്ങനെയാ? നഗരസഭയിൽ ചെയർമാനോ 41 കൗൺസിലർമാരോ മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വികസനം നടക്കില്ല. ജനങ്ങളുമായി ചേർത്ത് പിടിച്ചിട്ടാണ് ഈ വികസന പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല ഈ അവാർഡും സംവിധാനമൊക്കെ വാരിക്കൂട്ടുന്നത്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും മെജിക് കാണിച്ചിട്ടാ? ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വീടാ. ആ വീട് 1600ഓളം വീടുകൾ ഈ വടക്കാഞ്ചേരി നഗരസഭയാണ് ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത്. അതിൽ ഈ ഡിവിഷന് ഒരു പ്രത്യേകതയുണ്ട്, 117 വീട് കൊടുത്തിട്ടുള്ള. ഇതൊന്നും ആരും ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതും. ഇത് അരിവേട്ട 3ാം തവണയാണല്ലോ മറ്റേ മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാൻ? നഗരസഭ ഇത് 3ാം തവണയാണ്. നിങ്ങൾക്ക് കൃത്യമായി അറിയാന്നുള്ളൂ. ഞങ്ങളൊരു വടക്കാഞ്ചേരി പഞ്ചായത്തും മുണ്ടത്തിയോട് ഗ്രാമപഞ്ചായത്തും കൂടി നഗരസഭയെ രൂപീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൗൺസിലർമാർക്ക് ഇരുന്ന് ഒരു യോഗം കൂടാനുള്ള ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതാണ് ഇത് നഗരസഭയാക്കിയത്. ഞങ്ങളാരും പറഞ്ഞല്ല, അന്നത്തെ UDF ഭരണസമിതിയുടെ തീരുമാന. എന്നിട്ടൊരു ചാപ്പിള്ള ജനിച്ച പോലെ ഞങ്ങളതിനെ തിരിഞ്ഞു കിടന്ന് അന്ന് സർക്കാരിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നോ? ഇവിടുത്തുകാരനായ AC മൊയ്തീൻ മന്ത്രിയായി വന്നതിന് ശേഷമാണ് സിവിൽ സ്റ്റേഷനിലൊന്ന് കയറിയിരിക്കാനുള്ള ഒരു അനുമതി കിട്ടിയത്. അത് വെച്ച് തുടർന്നാണ് ഞങ്ങൾ നഗരസഭ വന്നപ്പോൾ എല്ലാ മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്താ ചെയ്യുക, ചെയർമാന് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ മേടിക്കരുത്. നഗരസഭ ആദ്യം ചെയ്ത് ആരോഗ്യ മേഖലയ്ക്കകത്ത് സാധാരണക്കാരായി കോവിഡ് വന്ന ആൾക്കാരെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച നല്ല അനുഭവമുള്ള ആൾക്കാരെ ഞങ്ങളൊക്കെ ആദ്യം ആംബുലൻസാണ് വാങ്ങിയത്. ഇന്ന് കേരളത്തിനകത്ത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ആംബുലൻസ് ഓടുന്നത് വടക്കാഞ്ചേരി നഗരസഭയാണ്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങൾ ഒന്നൊന്നായിട്ട് വേണമെങ്കിൽ ആലോചിച്ചോ. അതിനുശേഷം ഒരു 3 കോടി രൂപ അനുവദിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് എല്ലാവർക്കും ഒന്ന് ഇരുന്ന് യോഗം കൂടാനും ബാധിക്കുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം തയ്യാറാക്കിയത്. നേരത്തെ ഞാൻ പറഞ്ഞ ലൈഫിനകത്ത് മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്തിട്ടാണ് ഇപ്പം ഞങ്ങൾ ഈ രണ്ടാമതും മറ്റേ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇനി ഒരു വോട്ട് ചെയ്യാൻ സർക്കാർ വിദ്യാലയങ്ങൾക്ക് ചെല്ലുമ്പോൾ നെഞ്ചത്ത് കൈ വെച്ചിട്ട് ഏതെങ്കിലും ഒരുത്തിന് UDFന് വോട്ട് ചെയ്യാൻ തോന്നുമോ? നമ്മളൊക്കെ പഠിച്ചേർന്ന സ്കൂളല്ലേ, ആ സ്കൂളിലേക്ക് ചെന്ന് നോക്കിയപ്പോ ഇങ്ങനെ നോക്കണം. അത് നോക്കാൻ മാത്രല്ല, MLAയുടെ ബസ്, കെട്ടിടങ്ങള് മുഴുവൻ ഗംഭീരമായിട്ട്, അധ്യാപകര് അതിനും വളരെ നല്ല രീതിയിൽ. പുതിയ കാലം മാറുന്നതിനനുസരിച്ചാണ് ഹൈടെക് ക്ലാസ് റൂമുകളാണ്. നിങ്ങൾ സ്കൂളിൽ നോക്കിയോ, വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് പരുത്തിപ്പറ, ആനപ്പറമ്പ്, വടക്കാഞ്ചേരി ബോയ്സ്, ഗേൾസ്, തോട്ടപ്പുറത്ത് LP, പാർലിക്കാട്, കുതിരുത്തി, ഇതൊക്കെ സ്കൂളിലെ പേര് പറയില്ലല്ല. ഇന്ന് കോടികളുടെ വികസന പ്രവർത്തനം നടക്കുന്ന അവിടെയൊക്കെ ഈ റോഡുകള്. ഞാനൊക്കെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, ഈ റോഡ് BMPC നിലവാരത്തിൽ പണിയുന്നു. അപ്പൊ അവർക്ക് പിന്നെ BMPC 7 കോടി രൂപയാ കൺമുമ്പിൽ കാണിച്ചു കൊടുത്താണ് നമ്മൾ വോട്ട് വയ്ക്കുന്നത്. വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കാണാമ രൂപത്തിൽ. ഈ റോഡ് 7 കോടി രൂപയ്ക്ക് പണി കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ ഡെവലപ്മെന്റ് എന്താ? അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഞങ്ങൾക്ക് പാർലിക്കാട് മുതൽ പനങ്ങാട്ടുകാർ വരുന്ന
ആ സമയത്ത് ചെയ്ത റോഡാണ്. ഇതെങ്ങനെയാ നമ്മുടെ പ്രളയം ഉണ്ടായി കുറാഞ്ചേരി, ആ സ്ഥലം തിരിച്ചു പിടിച്ചെങ്ങനെയാ? മുഴുവൻ ജനങ്ങളും സർക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ ആ പ്രതിസന്ധി നേരിട്ടത്. 19 ജീവൻ മണ്ണിനടിയിൽ കിടക്കുന്ന ആൾക്കാരെ എങ്ങനെയാ നമ്മളൊക്കെ, നിങ്ങൾ മീഡിയക്കാരൊക്കെ അവിടെ ഫുൾ ടൈം ഉണ്ടാകുന്ന ആൾക്കാരാ. ഇപ്പൊ തിരിച്ച് മോഹന്റെ കട, സജിയുടെ കട ഉൾപ്പെടെ 12 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് നേരെ തച്ചമ്പുഴി ചെന്ന് അവസാനിക്കുന്ന റോഡ്. ഞാൻ പറയുന്നത് വികസനമാണ് ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾ വീട് കയറേണ്ട ആവശ്യം കൂടിയില്ല. അതാണ് ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ നടപടി. ഇനി സാധാരണക്കാരായ ആൾക്കാർക്ക് 45 രൂപ തൊട്ട് എൻ്റെ അമ്മ തൊട്ട് പെൻഷൻ മേടിച്ചിട്ടുണ്ടാ. നിങ്ങൾ കുറ്റാരോപിതരായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾക്ക് അതൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പ്രശ്നമല്ല. ഞങ്ങൾ അതൊക്കെ കണ്ടും കേട്ടും ഇതിനപ്പുറം പ്രവർത്തിച്ചു വന്നിട്ടുള്ള പ്രവർത്തന പരിചയം. ഞാൻ ഇപ്പൊ 25 കൊല്ലത്തെ ജനപ്രതിയായിട്ടുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ വിവിധ ഡിവിഷനിൽ, അത് ഞാൻ അഹങ്കാരം കൊണ്ട് അറിയില്ല, എന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്തുള്ള ആ വിശ്വാസം എനിക്കുണ്ട്. നഗരസഭയും തുടരും, ഒരു തർക്കം വേണ്ട. 45 രൂപ പെൻഷൻ മേടിച്ച എൻ്റെ അമ്മ ഇപ്പൊ 2000 രൂപ മേടിക്കുന്നത്. അപ്പൊ അമ്മയും പറഞ്ഞത് 2500 അല്ലേ പറഞ്ഞെന്നാ പറയുന്നത്. അത് സർക്കാരിന്റെ കാലാവധി ആയിട്ടില്ല. അപ്പൊ ജനങ്ങൾക്ക് അങ്ങനെ അവരെ മാത്രമാണോ? വീട്ടമ്മമാരായ ആൾക്കാർക്ക് ഏകദേശം 31 ലക്ഷം പേർക്കാണ് സർക്കാർ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. യുവാക്കളെ ഒഴിവാക്കിയിട്ടുണ്ടോ? ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ മറ്റു സംവിധാനമുള്ള അത്തരം മേഖലയിൽ പെടുന്ന ആൾക്കാർക്ക് 7 ലക്ഷം പേർക്കാ. ഏകദേശം 1 കോടിയിൽ പരം ആൾക്കാർക്കാണ് നേരിട്ട് ധനം സഹായിക്കുന്നത്. അത് ഔദാര്യമല്ല, അവകാശ. ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം ഒരുമിച്ച് നിന്ന് ഈ പോരാട്ടത്തിൽ നയിക്കുന്നത്. അത് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നഗരസഭയുടെ എല്ലാ കുടുംബശ്രീ ഓഫീസുക്കും ISO ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ നഗരസഭ ISO എടുത്തു കഴിഞ്ഞു. ഏത് കാര്യത്തിനാണ് ഇടപെടാത്തത്? ഇനി ഏതെങ്കിലും അഴിമതിക്കാരാണെങ്കിൽ പുറത്തു പോകണം, അല്ലെങ്കിൽ തെളിയിക്കുന്നതിനാണ് ഞങ്ങളും പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? എന്നെ കാര്യം 25 വർഷത്തിനിടയ്ക്ക് നഗരസഭയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ എന്തെങ്കിലും കുപ്രചരണങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തെളിവായിട്ട് ഇവർക്ക് പറഞ്ഞിട്ടോ? എൻ്റെ കേസിൽ കോടതി പറഞ്ഞിട്ടുള്ള എന്താ നിങ്ങൾക്കറിയാലോ. ഞാൻ ഇപ്പൊ ആ മേലേക്കൊന്നും പറയുന്നില്ല. ഞങ്ങളിപ്പോ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെ പറയണ്ട്, മാങ്കൂട്ടോ ഏത് കൂട്ടം വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു കൂട്ടം പറയാം, നമ്മൾ ജനക്കൂട്ടത്തിന്റെ കൂടെയാ, നമ്മള് വികസനത്തിന്റെ ജനങ്ങൾക്കൊപ്പം. അത് നമ്മള് ഈ പ്രദേശത്തെ ജനങ്ങളുമായി ചർച്ച ചെയ്തിട്ടാണ് ഇവിടുത്തെ വികസനം തുടങ്ങുക. അത് ഏത് പ്രവൃത്തിയാണ് അവിടെ ചെയ്യേണ്ടത്, അതാണ് അധികാരം താഴെ തട്ടി കൊടുത്ത ജനകീയാസൂരണം. അതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങളുമായി ചർച്ച ചെയ്ത് ഈ പ്രദേശത്ത് എന്താണ് പണി. അമ്മാട്ടിക്കുളം ആണെങ്കിൽ അമ്മാട്ടിക്കുളം, റോഡാണെങ്കിൽ റോഡ്, അങ്കമാടി ആണെങ്കിൽ അങ്കമാടി, വീടാണെങ്കിൽ വീട്, ഒരു സംഗതി ഒഴിവാക്കാതെ ജനങ്ങൾക്ക് ആവശ്യമായ നടപടി ഏറ്റെടുത്ത് പ്രവർത്തിക്കും. ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയാണ് നഗരസഭയ്ക്ക്. STP ഈ അഴുക്കുവെള്ളം പോകുന്നതിനുള്ള അതിന്റെ പ്രൊജക്ടൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞുള്ള അതും കൂടി അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയുടെ നേരത്തെ പറഞ്ഞ പ്ലാൻ സിറ്റി, ഗ്രീൻ സിറ്റി എന്ന് പറയുന്ന മുഴുവൻ പ്രവൃത്തികളും നമ്മൾ നടപ്പിലാക്കും. വടക്കാഞ്ചേരിക്ക് അഭിമാനിക്കാൻ കുറെ ഉണ്ട് സുഹൃത്തെ. മീഡിയക്കാരെ നിങ്ങൾക്ക് നന്നായി അറിയാം. കേരളത്തില് നവംബർ 1 ഈ രണ്ടാമത് പിണറായി സർക്കാർ അതിദരിദ്ര ഇല്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിച്ചപ്പോ അതിന്റെ പൈലറ്റ് പ്രൊജക്ട് നടപ്പിലാക്കിയുള്ള സംഗതിയാണ് വടക്കാഞ്ചേരി. 2021 തുടങ്ങി 2025 പ്രഖ്യാപിക്കുന്നത്. 91 പേര് വടക്കാഞ്ചേരി നഗരസഭയ്ക്കുണ്ട്. ഈ അതിദരിദ്ര തെരഞ്ഞെടുക്കാൻ ചെറിയ കാര്യമല്ല. ഞാൻ എൻ്റെ ട്രെയിനിങ് ക്ലാസ്സിലും അധ്യാപകരും MSW കഴിഞ്ഞ കുട്ടികളും ജനപ്രതികളൊക്കെ പോയിട്ട് കിലയിൽ പോയിട്ടുള്ളതാ. ഓരോരുത്തർക്കും ഓരോ വിഷയമാണ്. ഒരുപാട് ക്ലാസ് ഘടകങ്ങളുണ്ട്. ആ ക്ലാസ് ഘടകങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അതിന്റെ മാതൃക വടക്കാഞ്ചേരിന്നാ. ആ മാതൃക കേരളത്തിൽ വേറെന്താ നഗരസഭ ഇല്ലാണ്ട? അരവേട്ട വളരെയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും അരവേട്ടൻ അതിനൊക്കെ അതിജീവിച്ച് നാട്ടുകാരുടെ അരവിയായിട്ട് എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ജനങ്ങള് നിശ്ചയിക്കുന്നതാണല്ലോ. ഞാൻ നാട്ടുകാരുടെ അരവി തന്നെയാണ്, ഒരു തർക്കം വേണ്ട. എനിക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും വയസ്സായിട്ടുള്ള ആൾക്കാരും ഒക്കെ എന്നെ അരുവി എന്ന് വിളിക്കുക. അത് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് വിളിക്കണ്ട. അതെന്തിനാ മുഴുവൻ പേരും വിളിക്കേണ്ട? അത്രയും ആവശ്യമില്ല. സ്നേഹത്തോടു കൂടി ഞാൻ അവരോടും അവരെന്നോടും പെരുമാറുന്നതാണ്. അതുകൊണ്ടാണ് എന്റെ അരുവി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നല്ല. അതിന് പ്രത്യേകത ഞാനൊന്നും മായം ചേർത്തിട്ടില്ല, ഞാനൊന്നും കൊടുത്തിട്ടില്ല. അത് അർഹതപ്പെട്ടത് ജനങ്ങളിലേക്ക് എത്തിക്കും. അതൊരു തർക്കമില്ല. അതാണ് ഞാൻ ജനങ്ങളുടെ അരുവിയായത്. പിന്നെ നമ്മള് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം രാഷ്ട്രീയം പറയും, അല്ലാത്തപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്കാണ് പെരുമാറുന്നത്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതൊരു ജനപ്രതിനിധി അങ്ങനെയല്ല ആവേണ്ടത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആശയപരമായ പോരാട്ടം. ആ പോരാട്ടം കഴിഞ്ഞാൽ ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്. പിന്നെ എനിക്ക് അതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ടതില്ല. ആവശ്യങ്ങളുമായി വരുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഞാനത് ഏത് സമയത്തും 24 മണിക്കൂർ ഞാൻ എന്റെക്ക് സ്വബോധമുള്ളിടത്തോളം കാലം ജനങ്ങളോടൊപ്പം ഉണ്ട്. ഒരു തർക്കമില്ല. എന്നിട്ട് ഒരു പാർട്ടിയും നോക്കാറുമില്ല. ന്യായമായ കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ, അർഹതയുള്ള കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന സ്ഥലത്തേക്ക്
ഞങ്ങളുടെ പ്രദേശത്ത് തൊട്ടടുത്തുള്ളതല്ലേ. അതെ. എല്ലാ ദിവസവും മറ്റേ ഈ മേഖലയ്ക്കകത്ത് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ പ്രശ്നത്തിന് ഇടപെടാൻ എനിക്ക് കഴിയാറുണ്ട്. ഇപ്പൊ വികസന പ്രവർത്തനം ആരോഗ്യ മേഖലയ്ക്ക് ജില്ലാ ഹോസ്പിറ്റല് MLA ഇതിന് മുന്നിൽ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നമ്മുടെ സേവ്യർ ചിറ്റപ്പള്ളി വന്നിട്ട് 18 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കണം അവിടെ. മെഡിക്കൽ കോളേജില് അമ്മയും കുഞ്ഞും കെട്ടിടം എത്ര കോടി രൂപയാ? 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം അവിടെ പണിയുന്നത്. ഇനി പ്രാദേശികമായി ഇപ്പൊ ഞാൻ ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കകത്ത് മറ്റേ പുതുരുത്തി FSC 1.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വെക്കുക. തൊട്ടപ്പുറത്ത് മറ്റേ കുമ്പളങ്ങാട് ആയുർവേദ ആശുപത്രി 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. രവിയേട്ടൻ കോവിഡ് കാലത്ത് സ്വജീവൻ പോലും ബലികഴിപ്പിച്ചാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ പ്രളയകാലത്ത് അതിനെക്കുറിച്ച് എന്താണ് രവിയേട്ടൻ്റെ അഭിപ്രായം? കോവിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ ഞെട്ടിപ്പോകുന്ന സംവിധാനമല്ലേ. ഒരു പുതിയ വൈറസ് വരുന്നു, എന്താണ് അതിനെ കൈകാര്യം ചെയ്യാന്ന് നിലവിലുള്ള ഞങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഒരു അറിവും ഇല്ലാത്ത കാലത്താണ് നമ്മൾ അതിനെ നേരിടുന്നത്. പിന്നെ മനുഷ്യൻ ജനിച്ചൊരിക്കൽ മരിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളിലെ ആൾക്കാർക്ക് ഒരു ആപത്ത് വരുമ്പോൾ ഇനി നമ്മളതിൻ്റെ സാങ്കേതികം നോട്ടിയല്ലോ, അതിന് ശാസ്ത്രീയമായ രീതിയിൽ അതിനെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഐസൊലേഷൻ വാർഡൊക്കെയാണ് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ പണിതെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. ഞങ്ങൾ ആദ്യം വാങ്ങിയത് ചെയർമാനുള്ള വണ്ടിയല്ല, ആംബുലൻസാ. അന്നത്തെ പ്രതിസന്ധി. മറ്റത് ഗൾഫിൽ നിന്ന് ആൾക്കാർ കൊണ്ട് പോകുമ്പോൾ ഒരു വണ്ടി ആൾക്കാർ പോകും. തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ എന്നോട് എനിക്ക് നല്ല ധാരണയുണ്ട്. ഒരു വീടിന്റെ ജനാല തുറന്നിട്ട് ഗൾഫുകാരൻ വന്നിരുന്നു. അന്ന് അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു വാർഡിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും പുറത്തേക്ക് പോകാൻ പാടില്ല. അവിടുത്തെ RRT ആ ഉദ്യോഗസ്ഥര് അവർക്കും മനുഷ്യന്മാരല്ലേ. ഇപ്പൊ നമ്മുടെ അവിടെ മരണം ഉണ്ടായിട്ട് ഇപ്പൊ ഞാനൊക്കെ അവസാനം ഇനി വേറെ നോക്കിയിട്ടല്ലേ ഇത് പ്രശ്നമാണ്. എന്തോരം നേരം വെക്കാൻ ഒരു മൃത ശരീരം, അതിനോട് ഒരു ആദരവ് കാണിക്കണ്ടേ? വീട്ടുകാർക്ക് വരെ പോലും കന്നു കാണാൻ പറ്റില്ല. അച്ഛൻ വന്നു അതിന്റെ ചെറിയ ചടങ്ങ് വളരെ ചുരുക്കി ഞങ്ങളെല്ലാം പേപ്പിക്കിട്ടിട്ട് അത് വേദനാജനകമായ വടക്കാഞ്ചേരി പള്ളിയിൽ അങ്ങനെ എന്തോ ഒരു സംഭവം. പള്ളിയിൽ മാത്രമല്ല, ഇറങ്ങിയത് ഞാൻ മാത്രമല്ല, അവിടുത്തെ എന്റെ കൂടെ എന്റെ കണ്ടിജന്റ് ജീവനക്കാരുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. എന്റെ ആരോഗ്യ വിഭാഗത്തിലെ ഒരു വനിത ചെയ്യായിരുന്നു, ഷാഹിന, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് അവർക്കും ജീവന് പേടിയുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ രീതിയിൽ എങ്ങനെയാണോ ഒരു മൃതശരീരം അടക്കം ചെയ്യേണ്ടത് അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളന്ന് ചെയ്തത്. ഒന്നൊന്നല്ല, ഒരുപാട് അതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. കുമ്പളങ്ങാട്, പള്ളിക്കാട്, വിവിധ സ്ഥലങ്ങളിലൊക്കെ ആ സമയം ഒരു നമുക്ക് ജീവിതത്തിൽ ഒരു അനുഭവം, വേറെ വ്യത്യസ്ത അനുഭവം, ജനങ്ങളെ ഒരു വേറെ മേഖലയിൽ എത്തിച്ചിട്ടാണ് ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി. പഴയ സ്ഥാനാർത്ഥികൾ കുറവാണ്, എല്ലാം പുതുമുഖങ്ങളാണ്. അപ്പൊ അവരെ വെച്ചൊരു വിജയപ്രതീക്ഷ എങ്ങനെയാണ്? ഇത് അവസരം വേണ്ടേ, പുതിയ ആൾക്കാർക്ക് അവസരം വേണ്ടേ? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ രംഗത്തേക്ക് വരും. കാലഘട്ടം മാറി. ഇനി പഴയ പോലെ മുനിസിപ്പാലിറ്റി വന്നിട്ട് കൗൺസിലർമാരെ കണ്ട് ഞങ്ങൾക്ക് ഇന്നത് വേണമെന്ന് പറയണ്ട. നഗരസഭ മാത്രല്ല, കേരളം മുഴുവൻ കേസ്മാർട്ടാ. ഈ കേസ്മാർട്ട് വെക്കുന്നതിനാ ഏതെങ്കിലും ഒരുത്തൻ ഒരു വല്ല കൈക്കൂലിക്കാരനുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ കൃത്യമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. ജനനം, മരണം, ഓൺഷിപ്പ്, റെസിഡൻസ് എന്തിനു 2 കോടി രൂപ ഓൺലൈനിലൂടെ നികുതി അടച്ച നഗരസഭ വടക്കാഞ്ചേരി. അപ്പൊ ജനങ്ങൾക്ക് ഇനി സൗകര്യങ്ങളായി. അപ്പൊ അതിനായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ കുറച്ച് പഴയ ആൾക്കാരും താഴെയുള്ള ആൾക്കാരും. അതുകൊണ്ടാവും പാർട്ടി ഞങ്ങളതിനൊക്കെ നിർത്തിണ്ടാവുക. അരുവേട്ടന് ഇവിടുത്തെ വോട്ടർമാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഈ സ്ഥാനാർത്ഥി വോട്ടർമാരോട് പറയാ, ഞങ്ങൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുക ചെയ്യാം. ഇവിടുത്തെ വികസന പ്രവർത്തനം ഞാൻ ഇവിടുത്തെ ജനങ്ങളുമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചർച്ച ചെയ്ത് എന്താണോ ഡിവിഷനിൽ നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് അവരുമായി സംവദിച്ചതിന് ശേഷം അത് ഇന്ന് MLA ഫണ്ടായാലും MP ഫണ്ടായാലും വിവിധ ഫണ്ടുകൾ ഏത് മേഖലയിൽ നിന്നൊക്കെ നമുക്ക് ഫണ്ട് കിട്ടും. ആ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രദേശത്ത് ഞാൻ കഴിഞ്ഞ വർഷം നിൽക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ടൈമിലൂടെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ 24 മണിക്കൂറും കുടിവെള്ളം കൊടുക്കുന്നു. നിങ്ങൾക്കൊരു ധാന്യം പാർലിക്കാട് എൻ്റെ പ്രദേശത്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. അത് 260 പേർക്ക്. അന്ന് അതെനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. ഈ സമയത്ത് ഞാനത് ഈ 5 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി ഇവിടെയുള്ള ആൾക്കാർക്ക് മാതൃകാപരമായി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം, ഒരു ഡ്രിങ്കിങ് വാട്ടർ ഉപയോഗിക്കേണ്ടതെന്ന് തന്നെ ഒരു നല്ല അനുഭവ സമ്പത്തുണ്ട് എനിക്ക് എൻ്റെ ഈ 25 വർഷം കൊണ്ട്. അത് ഞാനിവിടെ 100% നടപ്പിലാക്കും. നേരിൽ കാണുന്ന വികസനം, ആ വികസനം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾക്കൊരു തർക്കമില്ല. വടക്കാഞ്ചേരി നഗരസഭ തുടരും ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും കൂടുതൽ വടക്കാഞ്ചേരി നഗരസഭ ഉണ്ടാവും. ഞങ്ങളെ ചെയർമാനും മറ്റേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കഴിഞ്ഞ വർഷം ജനപ്രതിയായിരുന്നവരൊക്കെ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നേരിടുന്നുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ നേരിടുന്നത്. ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും, ജനങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. അഭിവാദ്യങ്ങൾ.
സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി.